1985 പുറത്തു വരുന്ന പത്മരാജൻ്റെ ഒരു സിനിമ ഒഴിവുകാലം. ജോൺസൺ മനോഹരമായി ട്യൂൺ ചെയ്ത പാട്ട്. പുതിയൊരു ഗാനരചയിതാവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സിനിമയിൽ പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ മറക്കുന്നില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ ആദ്യത്തെ പാട്ട് ഈ പാട്ടാണ്. അദ്ദേഹം കോഴിക്കോട് കളക്ടറാണ്. കളക്ടറായിട്ടിരിക്കുമ്പോൾ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസാണ് ഒഴിവുകാലം എന്ന സിനിമ എടുക്കുന്നത്. ആ സിനിമയ്ക്ക് നിർമ്മാതാവ് PV ഗംഗാധരൻ, പത്മരാജൻ തിരക്കഥ, സംവിധാനം ഭരതൻ. സിറ്റുവേഷനെല്ലാം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം എഴുതി. ജീവിതത്തിൻ്റെ വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുകയാണിവർ. മധ്യവയസ്സ് പിന്നിട്ടിരിക്കുന്നു. സായന്തനം നിഴൽ വീശിയില്ല. ഇവരുടെ പ്രണയത്തിൽ സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണ പൂക്കളുറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽ പീലിമിഴികളിൽ നീലാഞ്ജനദ്യുതി മങ്ങിയില്ല. അവരുടെ ജീവിതത്തിൽ സായന്തനം, വൈകുന്നേരം, വാർദ്ധക്യത്തിൻ്റെ അംശങ്ങൾ കടന്നു വന്ന് തുടങ്ങിയിട്ടില്ല. കാരണം അവരുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും അവർ ചെറുപ്പമാണ്, യങ്ങാണ്. പ്രണയം മനസ്സിനെ തുടിപ്പിക്കുന്നു. അങ്ങനെ സായന്തനം നിഴൽ വീശിയില്ല. മനസ്സിൻ്റെ മുറ്റത്തെ പൂക്കളങ്ങളൊന്നും വാടിയിട്ടില്ല. ശ്രാവണപ്പൂക്കൾ കൊഴിഞ്ഞിട്ടില്ല, വങ്ങിയിട്ടില്ല, വാടിയിട്ടില്ല. ഉള്ളിലെ ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയിട്ടില്ല. പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജനദ്യുതി മങ്ങിയിട്ടില്ല. നീലാഞ്ജനം മിന്നലാണ്, ദ്യുതി പ്രകാശമാണ്. അവരുടെ കണ്ണിൻ്റെ ഉള്ളിലെ പ്രകാശത്തിൻ്റെ മിന്നലുകൾക്ക് ഇപ്പോഴും പഴയ പ്രണയത്തിൻ്റെ തീവ്രത. ഇതെഴുതി എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കൊടുത്തു. പത്മരാജനാണ് ഇത് ഏറ്റുവാങ്ങിയിട്ട് വായിച്ചു നോക്കുന്നത്. പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജനദ്യുതി മങ്ങിയില്ല എന്ന് വരി വായിച്ചിട്ട് പത്മരാജൻ പറഞ്ഞു, ഗംഭീരം, ഇത് കറക്റ്റാണ്. അപ്പോൾ തന്നെ പേപ്പർ വാങ്ങിച്ചു വെച്ച് ജോൺസൺ ഇട്ട ട്യൂണാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന സായന്തനം നിഴൽ വീശിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ആവേശം കയറിയല്ലോ. ആവേശം കയറി പിന്നെ അദ്ദേഹം മനോഹരമായി എഴുതി, സീമന്തരേഖയിൽ സിന്ദൂരമണിയുന്നൊരു ഉഷസന്ധ്യ വീണ്ടും വന്നു എന്നൊക്കെ അദ്ദേഹം എഴുതി. പുതിയ പ്രഭാതം വരുന്നു എന്നുള്ള, എന്നുവെച്ചാൽ പുതിയ പ്രണയം, പുതിയ പ്രഭാതം വരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ ചരണത്തിൽ ശ്രീമതി പക്ഷികൾ സാധകം ചെയ്യുന്ന സാമഗാനം കേട്ടു എന്നൊരു പ്രയോഗമുണ്ട്. ശ്രീമതി പക്ഷി, കാരണം പക്ഷി കല്യാണം കഴിച്ചതാണ്, ശ്രീമതിയാണ്, നോട്ട് കുമാരി. അതുകൊണ്ടാണ് ശ്രീമതി പക്ഷി എന്ന് പ്രയോഗിച്ചത്. അതിൽ K. ജയകുമാറുമായി അദ്ദേഹം പിന്നെയും ചില ഹിറ്റ് പാട്ടുകൾ നമുക്ക് തന്നിരുന്നു. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു, സീമന്ത കുങ്കുമശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നു, മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യമായി. പക്ഷേ എന്ന് പറയുന്ന സിനിമയിൽ, അതുപോലെ ജയകുമാർ സാറിന് അനുജൻ ശ്രീകുട്ടൻ്റെ പടത്തിലെ സാരംഗി മാറിലണിയും ഏത് അപൂർവ രാഗമോ എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. പിന്നെ മറ്റൊരു പാട്ടുണ്ട്, മൂവന്തിയായി പകലിൻ രാവിൻ വിരൽ സ്പർശനം. ആ വാക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. മൂവന്തിയായിരിക്കുന്നു, സന്ധ്യാകാൻ തുടങ്ങുന്നു. മൂവന്തിയായി പകലിൽ രാവിൻ്റെ വിരൽ സ്പർശം വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ പാട്ടിൻ്റെ വാക്കുകളും കൂടെ മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ പാട്ടുകളൊക്കെ നമ്മളെ ഭയങ്കരമായി വേട്ടയാടും. അതുകൊണ്ട് വാക്കുകൾ കൂടി ഉൾക്കൊണ്ട് ആ പാട്ടുകളിലൂടെ സഞ്ചരിച്ചു പോവുക.